വിഴിഞ്ഞം പദ്ധതിക്കെതിരെ കടുത്ത വിമർശനവുമായി സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം കൂടിയായ ഇ ശ്രീധരൻ. വിഴിഞ്ഞം പദ്ധതി കൊണ്ട് കേരളത്തിന് ഗുണമുണ്ടാകില്ല. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ മനോഭാവം മാറാതെ കേരളത്തിന് വികസനമുണ്ടാവില്ല എന്നും ഇ ശ്രീധരൻ പറഞ്ഞു. കുടിവെള്ള പദ്ധതികൾക്ക് അനുവാദം നൽകാൻ നിയമതടസ്സവും സാമ്പത്തിക ബുദ്ധിമുട്ടും പറയുന്ന സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾക്കായി കോടികൾ ചെലവിടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് DMRC മുഖ്യ ഉപദേഷ്ടാവും സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗവുമായ ഇ ശ്രീധരൻ പറഞ്ഞു. Kerala government is going to spend at least 7,000 to 10,000 crores for Viഴിഞ്ഞം project. And what is the benefit he is going to give to Kerala? Nothing. It will be only other ships will come, transit things to small ships and serve other areas, not Kerala. സംസ്ഥാനത്തെ പല മന്ത്രിമാർക്കും സെക്രട്ടേറിയറ്റിലിരുന്ന് ഭരണം നടത്താനല്ല താൽപര്യമെന്നും ഇ ശ്രീധരൻ വിമർശിച്ചു. Most of the ministers I find are so busy attending to only inaugurations and tape cutting and things like that. They have no time to sit in the secretariat and do things for themselves. സംസ്ഥാനത്ത് തൊഴിലാളി മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. കൊച്ചി മെട്രോയുടെ 120 ദിവസങ്ങളാണ് ഈ മാഫിയ നഷ്ടപ്പെടുത്തിയത്. During the last 2 years of construction, we have lost 120 days only due to labor problems and things like that in Kochi Metro. ഇത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുവാൻ പൊതുജനങ്ങൾ തയ്യാറാകണം. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം നടപ്പാക്കാൻ KMRL കഴിയില്ല. KMRL മുമ്പോട്ട് വെക്കുന്ന പദ്ധതി നടപ്പായാൽ സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമുണ്ടാകുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.